പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എവർക്കും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെ ദൈവത്തിന് വളരെയധികം ഇഷ്ടമാണ്. അവരെ ദൈവത്തിന് അവർ ആഗ്രഹിക്കുന്നതിലും ഉപരിയായി ഉയർത്തുവാൻ ദൈവത്തിന് സാധിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ദാവീദ് രാജാവ്. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണിത്. ദൈവം ദാവീദിനെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ശൗലിനെ നീക്കി ദൈവം രാജസ്ഥാനത്തേക്ക് ദാവീദ് രാജാവിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരു സാക്ഷ്യം ദൈവം തന്നെ പറയുന്നതാണ് നാം വായിച്ചത്. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ദാവീദ്. അതുകൊണ്ട് ദൈവം തന്നെ പറയുകയാണ്, ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. ദൈവത്തിനൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉയർച്ച തീരുമാനിക്കുന്നത് ആ വ്യക്തിയല്ല, ദൈവമാണ് തീരുമാനിക്കുന്നത്. 78-ാം സങ്കീർത്തനം 70-ാം വാക്യം പറയുന്നു: അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്ന ദാവീദിനെ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന ദാവീദിനെ ദൈവം ആട്ടിൻ തൊഴുത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു വരുത്തി ഇസ്രായേലിലെ രാജാവായി അഭിഷേകം ചെയ്തു. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലിനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ ഇസ്രായേലിലെ രാജാവാക്കി. ശൗൽ തനിക്ക് ബോധിച്ചതുപോലെ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. സ്വന്തമായിട്ട് ഉള്ള ഇഷ്ടപ്രകാരം താൻ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. എന്നാൽ ദാവീദ് ദൈവത്തിന് ബോധിച്ചതുപോലെ ജീവിച്ചു. 1 ശമൂവേൽ 13:14 ശമൂവേൽ പ്രവാചകൻ ശൗൽ രാജാവിനോട് പറയുന്നു: ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു എന്ന് ദാവീദിനെക്കുറിച്ച് ശമൂവേൽ പ്രവാചകൻ പറയുന്നു. ദാവീദ് രാജാവിൻ്റെ ഒരു പ്രത്യേകത, ദൈവം നടത്തിയ വിധങ്ങൾ താൻ മറന്നു പോകത്തില്ല. ദൈവം നടത്തിയ വിധങ്ങൾ മറക്കാതെ ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. നന്ദി പറയുവാൻ തനിക്ക് മടിയില്ലായിരുന്നു. ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, താൻ ദൈവസന്നിധി, താൻ രാജാവായതിനു ശേഷം താൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തോട് പറയുകയാണ്: ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. താൻ സകല മഹത്വവും താൻ ദൈവത്തിന് കൊടുത്ത് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നടത്തിയ വിധങ്ങൾ ഓർത്ത് യേശുവിന് നന്ദി പറയാമോ? ദാവീദ് രാജാവിന് തനിക്ക് നന്നായിട്ടറിയാം, താൻ ആടുകളുടെ ഇടയിലിരുന്ന വ്യക്തിയാണ്. അവിടെ നിന്ന് വിളിച്ചു വരുത്തി ഇസ്രായേലിലെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തു. താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. താൻ രാജാവായിട്ടും ആയതിനു ശേഷവും താൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത്. താൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പറയുകയാണ്: ഞാനും എൻ്റെ കുടുംബവും ഇതുവരെ എത്തുവാൻ എന്തുള്ളൂ യോഗ്യത. പ്രിയമുള്ളവരെ, നടത്തിയ വിധങ്ങൾ ഓർത്ത് യേശുവിന് നന്ദി പറയാമോ? യേശുവിൻ്റെ ഹൃദയം അറിഞ്ഞ് ജീവിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ സ്വർഗത്തിൽ ഒരു മഹാസന്തോഷമുണ്ടാകും. നാം ഭൂമിയിൽ യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കി, യേശുവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി, യേശുവിൻ്റെ ഹിതം മനസ്സിലാക്കി നാം ഓരോ സ്റ്റെപ്പും എടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ മഹാസന്തോഷമുണ്ടാകും. യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചത് താൻ ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഹിതമാണ് ചെയ്തത്. ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞാണ് താൻ ചെയ്തത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യരക്ഷ തന്നു, നിത്യജീവൻ തന്നു, ഈ ലോകത്തിൽ ജയകരമായ ഒരു ജീവിതം തന്നു.
അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഹൃദയം അറിഞ്ഞ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും യേശുവിൻ്റെ ഹൃദയം അറിഞ്ഞ്, യേശുവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി നമ്മുടെ തീരുമാനങ്ങളെ നമുക്കെടുക്കാൻ സാധിക്കും. യേശുവിൻ്റെ ആലോചന മനസ്സിലാക്കി, യേശു ഈ വിഷയത്തിൽ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, ഈ വിഷയത്തിൽ യേശു എന്തായിരിക്കും തീരുമാനമെടുക്കുന്നത്, അത് മനസ്സിലാക്കി നമുക്ക് ഭൂമിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. വേണ്ട ആലോചനകളെ പറഞ്ഞു തരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിതാവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേട്ട ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് ജീവിച്ചതുപോലെ ഈ ഭൂമിയിൽ ഞങ്ങൾക്കും ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾക്കും ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് തീരുമാനമെടുക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി തീരുമാനമെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനം കേട്ട മുഴുവൻ പേരും ബ്ലെസ് ചെയ്യുന്നു. ഇവരുടെ ആവശ്യങ്ങൾ ദൈവപ്രവർത്തി നടക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ദൈവത്തിൻ്റെ ദൈവമഹത്വം ഇവർ നേരിടുന്ന ഇവരുടെ ആവശ്യങ്ങളിൽ ഓരോ കാര്യങ്ങളും ദൈവമഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ തന്നെ ചെയ്തതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.